ഇഷ്ടംപോലെ റംബൂട്ടാൻ കിട്ടാറുണ്ട്. ലോങ്ങൻ ഫ്രൂട്ടാണ്, നല്ല പപ്പായ. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് ഗാർഡൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ റംബൂട്ടാൻ വരെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇതാണ് പിന്നെ നമ്മുടെ ചക്ക. ഇതാ ഈ ചക്ക ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കായ്ച്ച് നിൽക്കുന്നതാണ്. ഇത് ലാസ്റ്റാണ്. ഇപ്പോൾ അടുത്ത പുതിയത് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബാക്കിൽ ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ. ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ മുമ്പുണ്ടായിരുന്ന പപ്പായ മരം നല്ലതായിരുന്നു. ഹൈറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കൈയിട്ട് പറിക്കാൻ പറ്റുന്ന നിറയെ കായ്ച്ചതായിരുന്നു. ഇപ്പം ഉണ്ടായത് ഇത് അത്ര സുഖമില്ലാത്തൊരു പപ്പായയാണ്. കാരണം ഇത് ഗ്രോ ബാഗിലായിട്ടാണ് എന്താണെന്ന് അങ്ങോട്ട് ഒരു സുഖമാവണില്ല. ഇത് കുറ്റിക്കുരുമുളകാണ്, നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പടരുമില്ല, അത് വള്ളി പോലെ പടരുമില്ല, കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലതാണിത്. ഇപ്പം അടുത്ത സ്റ്റെപ്പ് കായ്ക്കാൻ തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പേര് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതിലിപ്പോൾ കായില്ല, എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഒരു കളർ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെയും പപ്പായയും ഒരു കറിവേപ്പൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ റംബൂട്ടാൻ, നല്ല കായ് തരുന്നത്. 8 വർഷം മുമ്പ് ഞാൻ കുരു ഇട്ട് മുളപ്പിച്ചതാണിത്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നല്ല മധുരമുള്ളതാണിത്. ഇത് നന്നായിട്ട് നീണ്ടു പോയതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഓടിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഇത് പറിക്കാറുള്ളത്. ഒരു വർഷത്തിലൊരു 10-15 കിലോ ഒക്കെ ആയിട്ട് 2-3 പ്രാവശ്യമായിട്ട് എനിക്കിങ്ങനെ പറിക്കാൻ കിട്ടാറുണ്ട്. അപ്പുറത്തെ വീട്ടിൽ സൺഷെയ്ഡിൽ നിന്ന് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത്. പിന്നെ ഗ്യാസ് കുറ്റി എല്ലാം പുറത്താണ് വെച്ചിട്ടുള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ വേസ്റ്റ് ഇതിലാണ് ഇട്ടിട്ട് ചെടികൾക്കൊക്കെ വളമാക്കി എടുക്കുന്നത്. സ്റ്റോർ റൂമിന് 2 ഡോറാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ നിറങ്ങുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഒന്ന് അയക്കുമെന്ന്. പിന്നെ ഇവിടെയും ഞാനൊരു കുഞ്ഞു കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇതാണ് ലോങ്ങൻ ഫ്രൂട്ട്. ഇത് ഞാൻ 8 വർഷം മുമ്പ് നട്ടതാണ്. ഇപ്പോൾ കായ്ക്കാറായിട്ടുണ്ട്. ഓടിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ പറിക്കണമെങ്കിൽ ഓട് പുറത്ത് കയറിയിട്ട് വേണം പറിക്കാൻ. പക്ഷെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്രാമ്പു നട്ടിട്ടുണ്ട്. ഇത് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് മംഗോസ്റ്റീൻ. അതെല്ലാം ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഇത് ഇവിടെ നടാൻ കാരണം ഇവിടെ മാവിൻ്റെ തണലാണ്. അപ്പോൾ ആ തണലിലാണല്ലോ മംഗോസ്റ്റീൻ നടേണ്ടത്. അതിന് ഒരുപാട് വെയിൽ വേണ്ടല്ലോ. പിന്നെ അത് നമ്മുടെ മാവ്, ഇതിലൊരു മാങ്ങ കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മാങ്ങയാണിത്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ടിനകത്ത് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ഞാൻ കോമ്പൗണ്ടിന് പുറത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.